വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്. തളരുമ്പോൾ പിൻവാങ്ങുകയുമരുത്. വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിച്ചിരിക്കുമ്പോൾ ചാരിയിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ തൊട്ടു മുൻപിലെത്തി എന്നറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അതുതന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, എന്നാൽ ഉടമസ്ഥന് അവൻ്റെ സ്വത്തുകൾ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സൗഖ്യമുണ്ടാക്കുന്ന മരുന്ന് എപ്പോഴും മധുരമുള്ളതല്ല. കരുതലുള്ള വാക്കുകൾ എപ്പോഴും സുഖകരമല്ല. നമുക്ക് ഒരേ സമയം രണ്ടുപേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചുവടുവയ്പ്പാണ് യഥാർത്ഥ വിജയം. തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു. അത്യാഗ്രഹി അവൻ്റെ ധിക്കാരത്താൽ കൊല്ലപ്പെടുന്നു. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളുടെ സത്യസന്ധത ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ നിങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുകയുമില്ല. നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കുമുണ്ടാകണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കുകയില്ല. അസൂയാലുക്കൾക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവുകയില്ല. എന്നാൽ നന്നായി ജീവിച്ചവർ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും, സമാധാനമില്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കണം, പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിയുള്ള ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളേക്കാൾ മികച്ചതാവില്ല അവയൊന്നും. മനസ്സവന് സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയുകയില്ല. പകരമായി എത്തുന്നവർ ആരും പകരം വയ്ക്കപ്പെടുകയുമില്ല. ചിന്തകൾ നന്നായിരിക്കണം. കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത്. കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മുടെ വില കൃത്യമായി മനസ്സിലാകും. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ്. സ്നേഹിക്കപ്പെടുക ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാകില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. 2 നാവുകളുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് 2 തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ. അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ. കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്.
മുന ഒടിഞ്ഞ് തേഞ്ഞു തീരാതാകുമ്പോൾ ആവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന്. ഭാഗ്യമുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്, ഒരിക്കലെല്ലാം ശരിയാകും എന്ന കാത്തിരിപ്പ്. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ഒന്നുകിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക, അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക. രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണത്. അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർ നമ്മൾക്ക് ആരുമല്ലാതെയാകും. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടമെന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയെ വേദനിക്കുന്നു, എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ അവർക്കറിയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരുക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പിറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ആളുകളിൽ ഏറ്റവും മികച്ചത് അന്വേഷിക്കുന്ന മനസ്സും ക്ഷമിക്കുന്ന ഹൃദയവുമുള്ള ഒരാളായിരിക്കുക. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് നിങ്ങളെ സഹായിക്കും. മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ഏകാന്തത മാത്രം ബാക്കിയാകുന്നു. ദുർഘടമായ വഴികൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക. കാരണം അത്തരം വ്യക്തി വളരെ അപകടകാരിയാണ്. ശത്രുക്കളെ കീഴടക്കുന്നതിനേക്കാൾ വീരൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുന്നവനാണ്. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്.
നിങ്ങളുടെ കഴിഞ്ഞ ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഇന്നത്തെ കാലത്തെ ദുഃഖങ്ങളും ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ആളുകളോട് നല്ലവരായിരിക്കുക. നല്ലവരായിരിക്കുക എന്നത് അതിമനോഹരമായ സ്വഭാവ സവിശേഷതയാണ്. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. പുതിയ ആളുകളെ കണ്ടെത്തുമ്പോൾ എല്ലാവരും മാറുന്നു. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവർ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. വിദ്യാർത്ഥി എന്നത് നിങ്ങൾ അറിവ് നിറയ്ക്കേണ്ട ഒരു പാത്രമല്ല, മറിച്ച് നിങ്ങൾ തീ പകരേണ്ട ഒരു വിളക്കാണ്. ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത ഒരാളും പുതിയതൊന്നും പരീക്ഷിച്ചിട്ടില്ല. പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ ആരുതന്നെയായാലും നോ പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. ആരും പൂർണ്ണരല്ല. നമ്മുടെ മനസ്സമാധാനത്തിനു വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നോക്കൂ, നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ കളയേണ്ടതല്ല നമ്മുടെ വിലപ്പെട്ട സമയം. നശിപ്പിക്കേണ്ടതല്ല ആകെയുള്ള ഒരു ജീവിതം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. എത്രയധികം പേരാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഈ ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് അതിൽ ഒരു പടി കൂടി നന്നായി ജീവിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. സ്നേഹം എന്തെന്നറിയാത്തവരോട് സ്നേഹത്തിനായി യാചിക്കരുത്. അതിൽ പരം വിഡ്ഢിത്തം മറ്റൊന്നില്ല. തിരക്കിലാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത്. കാരണം തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത്. കാരണം അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ്.